ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ജൂബിലി കുളത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടെ തന്നെ നമ്മുടെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ജൂബിലി കുളത്തിൻ്റെ പ്രത്യേകതയും ചരിത്രവും ഇവിടെ ഇന്നലെ മുതൽ നമ്മുടെ അനൗൺസ്മെൻറ്റിലൂടെ നിങ്ങളെല്ലാവരും കേട്ടതാണ്. വടകര അല്ലെങ്കിൽ വടകരക്കാർക്ക് വേണ്ടി 1901 വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി വടകരയ്ക്ക് സമ്മാനിച്ചതാണ് ഈ കുളം. രജത ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഈ കുളത്തിന് ജൂബിലി കുളം എന്ന പേര് നൽകുകയും പിന്നീട് വടകരക്കാർക്ക് കുടിവെള്ള സ്രോതസ്സായി മാറിയൊരു കുളമായിരുന്നു ഇത്. കാലപ്പഴക്കത്താൽ ഈ കുളത്തിൻ്റെ ചെങ്കൽ പടവുകളൊക്കെ തന്നെ ഇളകിമറിഞ്ഞ് അതിലുള്ള വെള്ളത്തിന് നിറവ്യത്യാസം വന്ന് ശോചനീയാവസ്ഥയിലിരിക്കുമ്പോൾ കുറച്ച് മുന്നേയുള്ള ഭരണസമിതികളൊക്കെ തന്നെ ഇതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണമെന്നുള്ള പല വിധത്തിലേക്കുള്ള ആലോചന നടത്തിയെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വലിയൊരു സാമ്പത്തിക പ്രയാസമായതിനാൽ ആ കാലത്തൊന്നും നടത്താൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് നഗരസഞ്ചയ പദ്ധതിയിൽ വടകര നഗരസഭയ്ക്ക് ഒരു വിഹിതം അനുവദിച്ച് കിട്ടുകയും അത് മറ്റൊന്നിനും തന്നെ മാറ്റി നിർത്തപ്പെടാതെ നമുക്കിതിനെ വീണ്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ തന്നെ ഭരണസമിതി ആലോചന നടത്തുകയും ഇതിൻ്റെ രൂപകൽപ്പനയും പ്രവൃത്തി നിർമ്മാണം പൂർത്തീകരിച്ചതും ഊരാളുങ്കൽ ലേബർ കോൺഗ്രസ് സൊസൈറ്റിയാണ്. ഏറെക്കാലമായി
എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ ജൂബിലി കുളത്തിൻ്റെ നവീകരണം. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കുറേ കാലത്തിന് ശേഷം വടകര നഗരസഭയുടെ 2 പരിപാടികൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം കൂടി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇല്ലത്തുകുളം നവീകരണ പരിപാടിയിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ പരിപാടിയിലും പങ്കെടുക്കാൻ സാധിച്ചു. ഏതായാലും നമ്മുടെ ഈ കുളം എന്ന് പറയുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ 1901 വിക്ടോറിയ രാജ്ഞി സ്ഥാപിച്ച, ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഒരു കുളം. ഒരു കാലത്ത് ഈ നാടിൻ്റെ കുടിവെള്ള സ്രോതസ് ആയിരുന്നു ഈ കുളം എന്നതാണ്. 1980 വരെ ഇതിനകത്ത് കുടിവെള്ളം തന്നെ ഈ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തിയിരുന്നു. പക്ഷേ പിന്നീട് പലതരത്തിൽ മലിനമായി വളരെ വൃത്തികെട്ട രൂപത്തിലേക്ക് ഈ ഒരു കുളവും പരിസരവും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫണ്ടുകൾ ആളുകൾ പല വിധത്തിൽ ഇത് നവീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പല സമയത്തായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനിവിടെ MLA ആയി വന്നതിന് ശേഷം തന്നെ ഈ പ്രദേശവാസികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ കുളത്തിൻ്റെ നവീകരണം. ഇതൊന്ന് നന്നാക്കിയെടുത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈമാസ് ലൈറ്റ്, ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്നതായിരുന്നു. അങ്ങനെ ആ സമയത്തെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇത് എന്തായാലും ഒരു നല്ല പദ്ധതിയാക്കി ഈ കുളം മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നത്. പ്രത്യേകിച്ചും ഈ നാടിൽ കുളത്തിൽ ജലം സംരക്ഷിക്കുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കുടിവെള്ള ക്ഷാമത്തൊക്കെ പല രൂപത്തിൽ, വരൾച്ച വലിയ രൂപത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കുടിവെള്ളം സംരക്ഷിക്കേണ്ടത്, കുടിവെള്ളം എല്ലാവർക്കും എത്തേണ്ടത്, അപ്പം ഇത്തരത്തിലുള്ള സ്രോതസ്സുകൾ നമുക്ക് സംരക്ഷിച്ചു നിർത്തേണ്ടത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. ആ നാടിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ നഗരസഭ ഇതിനകത്ത് മുൻകൈയെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഞ്ചയിക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 65 ലക്ഷം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ മനോഹരമായിട്ട് ഇത് പുതുക്കി പണിതിരിക്കുകയാണ്. ഇവിടെ ആളുകൾക്ക് വന്നിരിക്കാനും ഈ നാടിൻ്റെ മനോഹരിതയ്ക്ക് മാറ്റുകൂട്ടാനും ഒതുങ്ങുന്ന രൂപത്തിലേക്ക് ഈ കുളം മാറിയിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചുള്ള ഒരു വികസനമാണ് നാട് ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ നാടിനു വേണ്ടിയാണ്. അതിന് ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഒത്തൊരുമയും ആണ് ഇപ്പോഴും എല്ലാ വിഭാഗം ആളുകളും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ നാട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവരുടെയും മുൻകൈയോടുകൂടി, എല്ലാവരുടെയും പിന്തുണയോടുകൂടി, എല്ലാവരുടെയും നല്ല മനസ്സുകളുടെ സഹായത്തോടുകൂടി ഇത്തരം വിവിധങ്ങളായ പദ്ധതികൾ ഒരു നാടിന്റെ മുഖച്ഛായ മാറ്റാൻ പര്യാപ്തമാണ്. അതിന് ഇനിയും ഇതുപോലെയുള്ള പദ്ധതികൾ ഉണ്ടാകട്ടെ. ആഗോളവൽക്കരണത്തിന്റെ വിരുദ്ധ ലോകങ്ങൾ പരാജയപ്പെട്ട കമ്പോളം ദൈവം തുടങ്ങിയ ശ്രദ്ധേയമായ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ ശ്രീ MV രജേഷ് അവർ ആദ്യം ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയാണ്. വടകരയുടെ ഹൃദയഭാഗത്തുള്ള, വടകരയുടെ മുഖശ്രീയായിട്ടുള്ള ജൂബിലി കുളം നവീകരിച്ച് നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ജൂബിലി കുളത്തിൻ്റെ ചരിത്രം ഇവിടെ ബഹുമാന്യരായ ചെയർപേഴ്സണും MLAയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു കുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഉള്ളത് നവീകരിക്കേണ്ടത് വളരെ അത്യാവശ്യവുമായിരുന്നു. അതാണ് നഗരസഭ നവീകരിച്ച് മനോഹരമാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. സാധാരണ ഏതെങ്കിലും ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണി പൂർത്തിയാക്കുമ്പോഴുള്ളതിനേക്കാൾ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും അത് കാണുമ്പോഴുണ്ടാവും. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന നിലയിൽ ഒരു പൊതു ഇടമാക്കി നഗരസഭ അതിനെ മാറ്റിയിരിക്കുന്നു. ഈ കുളം മനോഹരമായി പുനർനിർമ്മിച്ച് നവീകരിക്കാൻ നേതൃത്വം കൊടുത്ത നഗരസഭയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള പൊതു ഇടങ്ങളെല്ലാം നമുക്ക് വൃത്തിയായി സൂക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്.
കേരളം ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇത്ര ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ആ കാര്യം മാത്രം ഒന്ന് പറയുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. അത് പറയാനുള്ളൊരവസരമായിട്ട് ഞാൻ ഇതിനെ മാറ്റുന്നു. അത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തെക്കുറിച്ചാണ്. മാർച്ച് 30 ലോകമാകെ ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആ മാർച്ച് 30 ആവുമ്പോഴേക്കും കേരളത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് 44 ദിവസമാണ്. ആ 44 ദിവസം കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി എന്തെല്ലാം വേണോ അതെല്ലാം നമുക്ക് ഒരുക്കാനാവണം. വടകര നഗരസഭ മാലിന്യ മുക്ത പ്രവർത്തനങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റിൽ തുടക്കം മുതലേ മികച്ച പ്രവർത്തനം നടത്തുന്ന നഗരസഭയാണ് എന്ന് പറയാൻ പ്രത്യേകമായ സന്തോഷമുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴും പലയിടത്തും വൃത്തിയാക്കിയത് മാത്രമല്ല, വൃത്തിയാക്കിയ പൊതുസ്ഥലം സംരക്ഷിക്കാൻ ചെടിച്ചട്ടികളും മറ്റുമൊക്കെ വെച്ചത് വളരെ സന്തോഷത്തോടെ കാണുകയുണ്ടായി. ഞാനെപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് മുഴുവൻ റോട്ടിലേക്ക് നോക്കിയിരിക്കുക. കാരണം നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ റോട്ടിലേക്ക് നോക്കിയാൽ മതി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.